ഭൂമിയുടെ അവകാശികൾ ആര് എന്ന ചോദ്യത്തോടെ നമുക്ക് ഒരു വിചാരമാകാം. ഭൂമിയുടെ അവകാശികൾ ഇതുവരെ നാം ആർജിച്ചിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മികവുകൾ നമ്മുടെ ജീവിതക്രമത്തെ ആകെ മാറ്റി എഴുതി എന്നതാണ് വസ്തുത. സൗകര്യങ്ങൾക്കും ആനന്ദത്തിനും ആഡംബരങ്ങൾക്കും വേണ്ടിയുള്ള ഉപാധികൾ പാകപ്പെടുത്തുന്നതിൽ നാം അതീവ ശ്രദ്ധാലുക്കളായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രക്രിയകളിലൊക്കെ വലിയ തോതിൽ നാം പ്രകൃതിയെ ആശ്രയിക്കുകയാണ്. പൊതുവായ നിലയിൽ അത് നാം ഓർക്കുന്നില്ല എങ്കിലും. എന്നാൽ പ്രകൃതിയുടെ വൈഭവങ്ങളുടെയും വിഭവങ്ങളുടെയും മൂല്യങ്ങളെ വേണ്ടവിധം തിരിച്ചറിയാതെ ഇപ്രകാരത്തിൽ അധികകാലം നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. സൂര്യപ്രകാശം, വായു, വെള്ളം, മണ്ണ്, മണ്ണിൻ്റെ ഫലപുഷ്ടി, ധാതുനിക്ഷേപങ്ങൾ, അയിരുകൾ, ഫോസിൽ ഇന്ധനങ്ങൾ, ജൈവപിണ്ഡം, ജൈവവൈവിധ്യം എന്നിവയൊക്കെയാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഏറെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ. ഇതിൽ ചിലതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുന്നവയും മറ്റു ചിലത് പുനഃസ്ഥാപിക്കപ്പെടാത്തവയുമാണ്. വായു, വെള്ളം, ജൈവപിണ്ഡം, ജൈവവൈവിധ്യം, മണ്ണ്, ഫലപുഷ്ടി തുടങ്ങിയവയൊക്കെയാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന പ്രധാന വിഭവങ്ങൾ. ബാക്കിയൊക്കെ പുനഃസ്ഥാപിക്കപ്പെടാത്തവയോ വളരെ കുറഞ്ഞ തോതിൽ ദീർഘകാലം കൊണ്ട് പുനഃസ്ഥാപിക്കപ്പെടുന്നവയോ ആണ്. പ്രകൃതി വിഭവങ്ങളുടെ അളവും ഗുണവും അനുപാതവും വിതരണവും ഏറെക്കുറെ സന്തുലിതമായി നിലനിർത്തുവാൻ പ്രകൃതിക്ക് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ സാന്നിധ്യം ഈ സംവിധാനങ്ങളിൽ വലിയ തളപ്പിഴകളാണ് ഉണ്ടാക്കുന്നത്. പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളുടെ ലഭ്യതാ നൈരന്തര്യം ഉറപ്പാക്കുന്നതിനുള്ള പ്രകൃതിയുടെ നൈസർഗിക ശേഷിയെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന തോതിലാണ് മനുഷ്യൻ അവയെ വിവേകരഹിതമായി ഉപയോഗിക്കുന്നത്. ഉപഭോഗ നിരക്ക് ഇപ്രകാരത്തിൽ തുടരുന്ന പക്ഷം ഭൂമിയിൽ രൂക്ഷമായ വിഭവ ദൗർലഭ്യമുണ്ടാവുകയും തദ്വാര നമ്മുടെ ജീവൽക്രമങ്ങളിൽ വലിയ പ്രതിസന്ധികൾ സംജാതമാകുകയും ചെയ്യും. ഉപഭോഗ നിരക്കിൽ മിതത്വവും സാമാന്യ നിയന്ത്രണവും പാലിച്ചാൽ ഈ പ്രശ്നത്തെ ഒരു പരിധിവരെ നമുക്ക് പരിമിതപ്പെടുത്താനാകും. എന്നാൽ പുനഃസ്ഥാപിക്കപ്പെടാത്ത പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ സ്ഥിതി വളരെ സങ്കീർണവും നിർണായകവുമാണ്. അവയുടെ ഉപഭോഗ കാര്യത്തിൽ നമുക്ക് കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ വേണ്ടിവരും. കാരണം ഒരിക്കൽ തീർന്നുപോയാൽ വരും തലമുറകൾക്ക് അത്തരം വിഭവങ്ങൾ ലഭ്യമാകില്ല എന്നത് തന്നെ. ധാതുക്കൾ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകങ്ങൾ, കൽക്കരി, വൈദ്യുതി എന്നിവ ഇല്ലാതെയുള്ള ജീവിതം സങ്കല്പിക്കാൻ പോലും നമുക്ക് ആവില്ല. വരും തലമുറകൾക്ക് ജീവിതം തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇക്കാര്യത്തിൽ നമ്മുടെ വിചാരമില്ലായ്മ മൂലം സംജാതമാകുന്നത്. പ്രകൃതിയിലെ ഇന്ധനശേഖരങ്ങൾ അതിവേഗം തീരുകയാണ്. സൗരോർജം ഉൾപ്പെടെയുള്ള പാരമ്പര്യേതരമായുള്ള ഊർജ സ്രോതസ്സുകളെ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ ഉറപ്പാക്കുന്നതിൽ നാം ഇനിയും വേണ്ടത്ര കാര്യശേഷി നേടിയിട്ടുമില്ല. മലിനീകരണം ഒരു മഹാവിപത്തായി വളരുകയാണെന്നും നാം ഓർക്കണം. പരിസ്ഥിതിയിൽ വൻ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ യാത്ര ഏറെ വിനാശകരമാണ്. ഒന്ന് ഉപയോഗിക്കാതെ അങ്ങനെ നമുക്ക് സാധ്യവുമല്ല. ഉപയോഗം പ്രകൃതിക്ക് അസഹ്യമാകരുതെന്ന് മാത്രം. മഹാത്മജിയുടെ വാക്കുകൾ ഓർക്കണം. ദെയർ ഈസ് ഇനഫ് ഓൺ ദിസ് എർത്ത് ഫോർ എവരി വൺസ് നീഡ് ബട്ട് ഫോർ നോ വൺസ് ഗ്രീഡ്. കൂടുതൽ കരുതലുണ്ടാകേണ്ട ഘട്ടമാണിത്. പാറമലകൾ പൊട്ടിച്ചെടുത്തും വയലുകൾ നികത്തിയും സ്വാഭാവികമായ പ്രാദേശിക ഭൂരൂപങ്ങളെയും ഭൂവിനിയോഗ ക്രമങ്ങളെയും മാറ്റിമറിച്ചും കുളങ്ങൾ മൂടിയും കാട്ടുമരങ്ങൾ കണക്കില്ലാതെ മുറിച്ചെടുത്തും ലാഭങ്ങളുടെയും ആഡംബരങ്ങളുടെയും സാമ്രാജ്യങ്ങൾ പടുത്തെടുക്കാൻ നാം നടത്തുന്ന ശ്രമങ്ങളെല്ലാം നമ്മുടെ മക്കളുടെ ജീവിതത്തെയാണ് തകർക്കുന്നത്. ലാഭങ്ങളെല്ലാം നമുക്കും ഛേദങ്ങളെല്ലാം മക്കൾക്കും എന്നതായിട്ടുണ്ട് സ്ഥിതി. ഇതിൽ നൈതികത തെല്ലുമേ ഇല്ല. ഫോസിൽ ഇന്ധനങ്ങളുടെയും വൈദ്യുതിയുടെയും ഉപയോഗത്തിൽ
കർശന നിയന്ത്രണങ്ങൾ പാലിക്കുക, പരിസര മലിനീകരണം ഒഴിവാക്കുക, ജൈവ വൈവിധ്യത്തെയും മണ്ണിൻ്റെ ഗുണമേന്മകളെയും പരിപോഷിപ്പിക്കുക, ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുക എന്നതൊക്കെ നമ്മുടെ മുഖ്യ പരിഗണനകളാകണം. ഇക്കാര്യങ്ങളിലൊക്കെ നമുക്ക് വിവേകമുണ്ടായേ പറ്റൂ. നാം ഓരോരുത്തരും എല്ലാവരും കൂട്ടായി സുരക്ഷിതവും സ്ഥായിയുമായ ഭൂവിനിയോഗത്തിന് പര്യാപ്തമാകുന്ന സമീപനങ്ങൾ കൈക്കൊള്ളേണ്ട സമയം എത്തിക്കഴിഞ്ഞു. നമ്മുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണം. നാളെ വരാനുള്ളത് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളാണ്. മറക്കരുത്.